ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ അശ്വതി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജാക്ക് ഡേവിസ് എഴുതിയ അബോറിജിനൽ ഓസ്ട്രേലിയ എന്ന പോയമാണ്. അപ്പോൾ ഈ പോയം നമ്മുടെ HSIയുടെ സിലബസിലുള്ളൊരു പോയമാണ്. അബോറിജിനൽ എന്ന വേർഡിൻ്റെ മീനിങ് നമുക്കറിയാമല്ലോ, പുരാതനമായ, പ്രാകൃതമായ എന്നൊക്കെയുള്ളൊരു മീനിങ്ങാണ്. ഒരു ട്രൈബ്, ആദിവാസികൾ എന്നൊക്കെയുള്ളൊരു മീനിങ് നമുക്കിവിടെ എടുക്കാം. ഇപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ വരുന്ന ഓസ്ട്രേലിയൻസിൻ്റെ ഒരു പിക്ചർ ഉണ്ടല്ലോ, നല്ല വെളുത്ത്, നല്ല ഹൈറ്റുള്ള, ഗോൾഡൻ ഹെയറൊക്കെയുള്ള. പക്ഷേ ഇവിടെ ജാക്ക് ഡേവിസ് പറയുന്നത് യഥാർത്ഥ ഓസ്ട്രേലിയൻസ് അങ്ങനെയല്ല. ഈ പോയം പഠിക്കുന്നതിന് മുന്നേ വരെയും എൻ്റെയും മനസ്സിലുള്ള ഇമേജ് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് ഈ പോയത്തിനൊക്കെ പഠിച്ചതിനൊക്കെ ശേഷമാണ് മനസ്സിലായത്, ബ്രിട്ടീഷുകാരുടെ കടന്നുവരവിന് ശേഷവും അവരവിടെ കോളനീസ് ഉണ്ടാക്കിയതിന് ശേഷവും അവരുടെ ഇൻഫ്ലുവൻസിന് ശേഷമാണ് അവിടെ യഥാർത്ഥ ട്രൈബ്സ് മാറി അവിടെ ബ്രിട്ടീഷുകാരുടെ ആ ഒരു ഇമേജാണ് ഇപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് അല്ലേ. യഥാർത്ഥത്തിൽ ഓസ്ട്രേലിയ അങ്ങനെയല്ല എന്നൊക്കെയുള്ളതാണ് ഇവിടെ പറയുന്നത്. അബോറിജിനൽ ഓസ്ട്രേലിയൻസിൻ്റെ മേലുള്ള യൂറോപ്യൻ ഇൻഫ്ലുവൻസിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അതുപോലെ അവിടെയുള്ള അബോറിജിനൽസിന് ഫേസ് ചെയ്യേണ്ടിരുന്ന ഹൊറിബിളായിട്ടുള്ള സിറ്റുവേഷൻസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം അവർക്ക് നഷ്ടപ്പെട്ടു പോയ ട്രഡീഷനെ പറ്റിയും അവർക്കൊരു ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ടു, അതിനെപ്പറ്റിയൊക്കെ ജാക്ക് ഡേവിസ് വളരെ സീരിയസ് ആയിട്ടും ഇമോഷണലായിട്ടും ഒക്കെ ഈ ഒരു പോയത്തിൽ പറയുന്നുണ്ട്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ജസ്റ്റ് ഓതറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. അതിനുശേഷം ചെറിയ രീതിയിലൊരു സമ്മറി, പോയത്തിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പോയറ്റിൻ്റെ ലൈൻ ബൈ ലൈൻ അനലൈസ് ചെയ്യുന്നുണ്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ. അതിനുശേഷം ലിറ്റററി ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്തേക്കുന്നത് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു മീനിങ് മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളവർ സമ്മറിയും ആ ഒരു സെക്ഷൻ മാത്രം കേട്ടാൽ മതിയാവും. പക്ഷേ ലൈൻ ബൈ ലൈൻ അനാലിസിസ് തീർത്ത് കേൾക്കുകയാണെങ്കിൽ എല്ലാ കാര്യവും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. HSI എക്സാമിനൊക്കെ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണല്ലോ, ഇവിടെ നിന്ന് ഏത് പാർട്ടിൽ നിന്ന് ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ സമ്മറി സെക്ഷനും ലൈൻ ബൈ ലൈൻ സെക്ഷനും രണ്ടായിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പോയറ്റിനെ പറ്റി നോക്കാം. ജാക്ക് ഡേവിസ് അഥവാ ജാക്ക് ലിയോണ ഡേവിസ് ജനിക്കുന്നത് 11 മാർച്ച് 1917 മരിച്ചത് 17 മാർച്ച് 2000 ഒരു 20th സെഞ്ച്വറി ഓസ്ട്രേലിയൻ പ്ലേ റൈറ്റ് ആണ്, പോയറ്റാണ്, ഇൻഡിജീനിയസ് ആക്ടിവിസ്റ്റ് ഒക്കെയാണ് ഈ ജാക്ക് ഡേവിസ് എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയിലെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ അബോറിജിനൽ ഓതേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ജാക്ക് ഡേവിസ്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ പേർത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഭൂരിഭാഗം സമയം ചെലവഴിക്കുന്നതും ആ സ്ഥലത്ത് തന്നെയാണ്. വെസ്റ്റേൺ ഓസ്ട്രേലിയൻ നൈനൂക് ട്രൈബ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. ഈ അബോറിജിനൽസിൻ്റെ ലാംഗ്വേജസ് അദ്ദേഹത്തിൻ്റെ ചില പ്ലേസിലും അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 1971 അദ്ദേഹമാണ് അബോറിജിനൽ ലാൻഡ് ട്രസ്റ്റ് ഇൻ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ചെയർമാനായിട്ട് തിരഞ്ഞെടുത്തത്. പിന്നീട് അതേപോലെ തന്നെ ഓസ്ട്രേലിയൻ ഹിസ്റ്ററി, അബോറിജിനാലിറ്റി, അബോറിജിനലിസം ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചറിൽ കൂടെ അദ്ദേഹം തുറന്നു കാട്ടിയത്, അല്ലെങ്കിൽ ലിറ്ററേച്ചറിൻ്റെ മെയിൻ തീമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ അബോറിജിനൽ എക്സ്പീരിയൻസും എങ്ങനെയാണ് ഇന്നത്തെ പോലത്തെ വൈറ്റ് ഓസ്ട്രേലിയൻസ് അവിടെ ഉണ്ടായത് എന്നൊക്കെ അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്. അതേപോലെ ദ ഫസ്റ്റ് ബോൺ എന്ന കളക്ഷൻ ഓഫ് പോയട്രിയാണ് ആദ്യമായിട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്ത വർക്ക്. 1970 അദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്തത്. 1979 പബ്ലിഷ് ചെയ്ത കുലാർക്ക് എന്ന് പറയുന്ന പ്ലേ ആണ് അദ്ദേഹത്തിനൊരു വേൾഡ് വൈഡ് അറ്റൻഷൻ കിട്ടാൻ റീസൺ ആയിട്ടുള്ളൊരു പ്ലേ എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫേമസ് പ്ലേസ് ആണ് ദ ഡ്രീമർ, നോ ഷുഗർ, ഇൻ അവർ ടൗൺ ഒക്കെ. ദ ഡ്രീമർ 1981 നോ ഷുഗർ 1985 ഇൻ അവർ ടൗൺ 1919 പബ്ലിഷ് ചെയ്ത പ്ലേസ് ആണ്. നമുക്കിനി പോയത്തിലേക്ക് കടക്കാം. ഇതിൻ്റെ ഓവറോൾ സ്ട്രക്ചറും ഫോമും ആണ് കേട്ടോ പറയുന്നത്. ഇതിൻ്റെ നോട്ട്സ് ബാക്ക്ഗ്രൗണ്ടിൽ പവർ പോയിൻ്റ് ആയിട്ടുണ്ട്, ജസ്റ്റ് അതും കൂടെ ഒന്ന് നോക്കുക. ഇതൊരു 33 ലൈനുള്ളൊരു പോയമാണ്. അബോറിജിനൽ ഓസ്ട്രേലിയ എന്ന ഈ പോയം ജാക്ക് ഡേവിസിൻ്റെ സെക്കൻഡ് ബുക്ക് ഓഫ് പോയട്രി ആയിട്ടുള്ള ജഗാഡോ പോയംസ് ഫ്രം അബോറിജിനൽ ഓസ്ട്രേലിയ എന്ന ബുക്കിൽ 1978 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ അബോറിജിനൽ ഓസ്ട്രേലിയ ഓൾസോ നോൺ ബൈ ഇറ്റ്സ് ഫസ്റ്റ് ലൈൻ ടു ദ അതേഴ്സ്. അപ്പോൾ ടു ദ അതേഴ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ലൈനിലും കൂടെയും അബോറിജിനൽ ഓസ്ട്രേലിയ എന്ന പോയം അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫോം എന്ന് പറഞ്ഞാൽ, ദ പോയം അബോറിജിനൽ ഓസ്ട്രേലിയ ഈസ് റിട്ടൺ ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ദ ഫസ്റ്റ് പേഴ്സൺ സ്പീക്കർ ഹൂ റെപ്രസെൻറ്റ് ദ അബോറിജിനൽസ് ആസ് ദ ഹോൾ. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഇൻ ദ ഫോം ഓഫ് എ പ്രൊട്ടസ്റ്റ് പോയം. ഹിയർ ആൻ അഗിറ്റഡ് സബ്ജക്റ്റ് എക്സ്പ്രസ്ഡ് ഹിസ് കൺസേൺ in a straightforward manner. Beside the poem contain a regular meter. Davies wrote this piece using alternative ABAB rhyming scheme.
If the first line is separated from the body to the text, it is clearly be grouped into 8 quatrains in respect to the rhyming scheme. The poem is mostly composed of the iambic pentameter without a specific metrical pattern. ഈ പോയം ഒരു ഫസ്റ്റ് പേഴ്സൺ സ്പീക്കർ കംപ്ലീറ്റ് അബോർജിനലിനെ റെപ്രസെൻ്റ് ചെയ്ത് പറയുന്ന പോലെയാണ് റൈറ്റർ ഇവിടെ എഴുതിയേക്കുന്നത്. ഒരു പ്രൊട്ടസ്റ്റ് ഫോമിലുള്ള പോയമാണിത്. എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വളരെ സീരിയസ് ആയിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് റൈറ്റർ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊരു റെഗുലർ മീറ്റർ ഉണ്ട്. ആൾട്ടർനേറ്റീവ് എ ബി റൈമിംഗ് സ്കീമാണ് ഇതിനുള്ളത്. ഫസ്റ്റ് ലൈനെ ഒഴിച്ചാൽ ഒരു 8 ക്വാർട്ടറൈൻസ് ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റും. അതുമാത്രമല്ല ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് അയാംബിക് മീറ്ററിലാണ്, വിത്തൗട്ട് എ സ്പെസിഫിക് മെട്രിക്കൽ പാറ്റേൺ. നമുക്കിതിൻ്റെ ഓവറോൾ സമ്മറി നോക്കാം, അതിനുശേഷം ലൈൻ ബൈ ലൈൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടു ദ അതേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേഴ്സ് എന്ന് പറയുന്നത് അബോർജിനൽസ് അല്ലെങ്കിൽ യഥാർത്ഥ ഓസ്ട്രേലിയനെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. യു എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗവൺമെൻറ്റിനെയുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ പോയറ്റ് പറയുന്നത് വെസ്റ്റേൺ പീപ്പിൾ ഒരു ഫ്രണ്ടിനെ പോലെയാണ് ആദ്യമേ ഓസ്ട്രേലിയയിൽ വന്നത്. പിന്നീട് പതുക്കെ അവരുടെ വിശ്വാസം എല്ലാം പിടിച്ചു പറ്റിയിട്ട് ഓസ്ട്രേലിയയിൽ തന്നെ സ്ഥാനം ഉറപ്പിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് അബോർജിനൽസിൻ്റെ സന്തോഷം എല്ലാം നശിപ്പിച്ച് അവരുടെ യഥാർത്ഥ ജീവിത രീതിയും സംസ്കാരവും എല്ലാം നശിപ്പിച്ച് ഈ വെസ്റ്റേൺ കൾച്ചർ അവിടെ വളർത്തി ഓസ്ട്രേലിയയുടെ തനതായ രീതികളെല്ലാം അവർ നശിപ്പിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മളുടെ ഇന്ത്യയിൽ വന്നപ്പോൾ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഓസ്ട്രേലിയയിലും ചെയ്തത്. ഇന്ത്യയിൽ വന്നപ്പോൾ എങ്ങനെയാണ് ആദ്യം ഒരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുക എന്നുള്ള രീതിയിൽ കച്ചവടത്തിനായിട്ട് അവർ വന്നു. പിന്നീട് അവർ ഇവിടെ വന്ന് ഓരോ നാട്ടുരാജ്യങ്ങൾ സ്വന്തമാക്കി നമ്മളെ എല്ലാവരെയും വർഷങ്ങളോളം അടിമകളാക്കി വെച്ചു ഇല്ലേ. അടിമകളാക്കി വെച്ച് നമ്മളുടെ യഥാർത്ഥ തനതായിട്ടുള്ള ജീവിത രീതിയും എല്ലാം മാറി, സംസ്കാരം എല്ലാം മാറി, നമ്മളെല്ലാവരും അവരെ ഫോളോ ചെയ്യുന്ന പോലെ ആയി, അല്ലെങ്കിൽ നിർബന്ധിതമായിട്ട് അവരെ ഫോളോ ചെയ്യിക്കാൻ അവർ തുടങ്ങി. അതുപോലെ തന്നെ അവിടെയും ചെയ്തതു. അവിടെ ആ ഓസ്ട്രേലിയയിൽ ഒത്തിരി ട്രൈബ് ഉണ്ടായിരുന്നു, ട്രൈബ് പീപ്പിൾ ഉണ്ടായിരുന്നു. അവരെല്ലാം ട്രൈബ് ആകുമ്പോൾ അവർക്ക് തനതായ ഒരു രീതിയുണ്ട്. ആ രീതി എല്ലാം മാറ്റി ഈ വന്നു കയറിയ വെസ്റ്റേൺസിൻ്റെ കൾച്ചർ നിർബന്ധിച്ച് ഫോളോ ചെയ്യിപ്പിക്കുന്ന പോലെ ആയി എന്നാണ് പറയുന്നത്. അതായത് ഒരു ചതുപ്പ് നിലം പോലെ ഓസ്ട്രേലിയ ആക്കി മാറ്റി എന്നാണ് ഇവിടെ റൈറ്റർ പറയുന്നത്. ഈ കോളനൈസ് വന്നതിന് ശേഷം ഓസ്ട്രേലിയയുടെ സന്തോഷം എല്ലാം നശിപ്പിച്ച് അവരെ അടിച്ചമർത്താൻ തുടങ്ങി, ഇല്ലെങ്കിൽ ചവിട്ടിത്താഴ്ത്താൻ തുടങ്ങി എന്നൊക്കെ ഇവിടെ റൈറ്റർ പറയുന്നുണ്ട്. ഇവിടെ ആ കൺട്രി ഫുള്ള് ലെമൻറ്റ് ചെയ്യുകയാണ്. ഈ കോളനൈസ് വന്നതോടുകൂടി എന്ത് പറ്റിയെന്ന് വെച്ചാൽ അബോർജിനൽസിലെ യങ് ജനറേഷൻ അവരുടെ തനതായ കൾച്ചറും പാരമ്പര്യവും ജീവിത രീതിയും എല്ലാം മാറ്റി യൂറോപ്യൻസിൻ്റെ ആ കൾച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്യാനും തുടങ്ങി. അങ്ങനെ വെസ്റ്റേൺ കൾച്ചർ അവിടെ വളർന്നു വരികയാണ് ഉണ്ടായത്. പിന്നീട് അവിടുത്തെ നിയമങ്ങളെല്ലാം ഇവർ മാറ്റി. ഇവരൊരു ഫ്രണ്ടിനെ പോലെയാണ് ഓസ്ട്രേലിയയിൽ വന്നത്. പിന്നീട് അവിടുത്തെ അധികാരികളായി മാറി. അവിടുത്തെ നിയമങ്ങളെല്ലാം മാറ്റി അവർ പുതിയ നിയമങ്ങളെല്ലാം അവിടെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഫോഴ്സ്ഫുള്ളി ആ നിയമങ്ങളെല്ലാം അവിടെയുള്ള ജനങ്ങൾ ഒബേ ചെയ്യേണ്ടതായിട്ടും വന്നു. അവിടെ കുറച്ചധികം ട്രൈബ്സ് ഉണ്ട്. ഇറാക്കുലാസ് എന്ന് പറയുന്നത് അവിടെയുള്ളൊരു ട്രൈബാണ്. ഫോഴ്സ്ഫുള്ളി ഈ ട്രൈബ്സിനെ അവിടെ നിന്ന് അവർ തുടച്ച് നീക്കി, അതായത് ഇല്ലാതാക്കി. പിന്നീട് പറയുന്നത് അവിടുത്തെ ഇൻഡിജീനിയസ് പീപ്പിളിനെ ഈ വൈറ്റ് പീപ്പിൾ കൂട്ടക്കൊല ചെയ്ത് കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വൈറ്റ് പീപ്പിൾസിൻ്റെ ഗ്രീഡാണ് ഈ കൊലപാതകങ്ങൾക്കെല്ലാം കാരണം. വൈറ്റ് പീപ്പിൾസിൻ്റെ ഗ്രീഡാണ്. ഈ വൈറ്റ് പീപ്പിൾസ് അവിടുത്തെ ഇൻഡിജീനിയസ് പീപ്പിളിനെ കൊല്ലുകയോ അവരെ കൊന്നതിന് ശേഷം അവരുടെ സ്വത്തും പണവും എല്ലാം കൈക്കലാക്കിയതിന് ശേഷം അവിടെ ചർച്ചുകൾ പണിയുകയാണ് ചെയ്തത് ആസ് എ പാർട്ട് ഓഫ് ഡെവലപ്മെൻറ്റ്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതിന് ശേഷവും ഇന്ത്യയിൽ വന്നതിന് ശേഷവും അവരുടെ ഒരു മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചിരുന്നില്ലേ, മതപരിവർത്തനം നടത്തിയിരുന്നില്ലേ, അതേപോലെ ഓസ്ട്രേലിയയിലും ഇവർ മതപരിവർത്തനമൊക്കെ നടത്തിയിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെയുള്ള ജനങ്ങളെയും അതിന് വഴങ്ങാത്ത ആൾക്കാരെയൊക്കെ കൊന്നു കളഞ്ഞിട്ട് അവരുടെ ശവക്കല്ലറുകൾക്ക് മുകളിൽ അവരുടെ ഒരു ക്രിസ്ത്യാനിറ്റിയെ അവർ പ്രൊമോട്ട് ചെയ്തു. അതുപോലെ വരാര എന്ന് പറയുന്ന മറ്റൊരു ട്രൈബ്സ് ഉണ്ട്. ഈ വരാര ട്രൈബും അവിടെ നിന്ന് ജീവനം കൊണ്ട് ഓടിപ്പോയെന്നാണ് പറയുന്നത്. അതായത് ഈ ബ്രിട്ടീഷുകാരുടെ ക്രൂരതകൾ സഹിക്കാൻ വയ്യാതെ ഈ വരാര ട്രൈബ്സും ജീവനം കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി എന്ന് പറയുന്നുണ്ട്. അതുപോലെ നറേറ്റർ പറയുകയാണ്, പോയറ്റ് എഴുതാൻ തുടങ്ങിയപ്പോൾ വരാരാമെന്നെ പറ്റി അന്വേഷിച്ചു, പക്ഷേ ആരെയും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന്. അതേപോലെ തന്നെ മുറേ എന്ന് പറയുന്നത് മറ്റൊരു ട്രൈബാണ്. അപ്പോൾ 3 ട്രൈബിൻ്റെ പേര് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ മുറേ എന്ന് പറയുന്ന ട്രൈബ് അവരും ഓസ്ട്രേലിയയിൽ നിന്ന് ഫോഴ്സ്ഫുള്ളി
പോകേണ്ടി വന്നു. അല്ലെങ്കിൽ ഈ മുറ എന്ന് പറയുന്ന ട്രൈബിനെ ഫോഴ്സ്ഫുള്ളി ഇവിടെ സ്റ്റേ ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവർ മരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഇൻഡിജിനിയസ് പീപ്പിളിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോഴത്തേക്ക് ഈ ബ്രിട്ടീഷുകാരില്ലേ, അതായത് ബ്രിട്ടീഷ് സോൾജേഴ്സും അവിടുത്തെ ലീഡേഴ്സൊക്കെ ഈ ഇൻഡിജീനിയസ് പീപ്പിൾസ് ഇവർ ചെയ്യുന്ന ക്രൂരതകളിൽ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോഴത്തേക്ക് ഈ ആൾക്കാർ ചിരിക്കുകയാണ് ചെയ്യുന്നത്, അവർ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ വെപ്പൺസ് ഉപയോഗിച്ചും ഗൺസ് ഉപയോഗിച്ചും റോപ്പ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഹാങ് ചെയ്തൊക്കെ ഈ ഇവിടെയുള്ള അബോറിജിനൽ ഓസ്ട്രേലിയൻസിനെ ഇവർ കൂട്ടത്തോടെ കൊന്നു കളയുന്നുണ്ട്. പിന്നീട് ഈ വൈറ്റ് പീപ്പിൾ റിലീജിയൻ്റെ പേരിലും ടൊബാക്കോ അങ്ങനെ പല പേരിലും ഇൻഡിജീനിയസ് പീപ്പിളിനെ കൊന്നു കളഞ്ഞു. അതേപോലെ ഭയപ്പെടുത്താനും തുടങ്ങി എന്നാണ് പറയുന്നത്. പിന്നീട് ഓസ്ട്രേലിയയിൽ പല രോഗങ്ങളും വ്യാപകമായിട്ട് പടരുകയുണ്ടായി. ആ സമയത്തും ഇവരെ സഹായിക്കാനൊന്നും ഇൻഡിജീനിയസ് പീപ്പിളിനെ സഹായിക്കാനൊന്നും വന്ന ബ്രിട്ടീഷുകാർ കൂട്ടാക്കിയില്ല. അതേപോലെ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ റേപ്പ് ചെയ്യാൻ, അങ്ങനെ വളരെ മോശമായ രീതിയിൽ ഇവരെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. വർഷങ്ങളോളം അവരെ പേടിച്ച് കഴിയേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആളുകൾ ഓസ്ട്രേലിയയെ വാനോളം പുകഴ്ത്തി പറയുന്നുണ്ട്. ഓസ്ട്രേലിയ അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മൾ കാണുന്ന ഒരു ഓസ്ട്രേലിയയും വൈറ്റ് പീപ്പിൾസൊക്കെ ഉള്ള ഒരു ഓസ്ട്രേലിയ അല്ലേ. പക്ഷേ ഇവിടെ റൈറ്റർ പറയുന്നത് യഥാർത്ഥ ഓസ്ട്രേലിയ ഇതല്ല. ഇപ്പോൾ എല്ലാവരും പറയുന്നത് അവർ വന്നതിന് ശേഷമാണ് ഓസ്ട്രേലിയ ഇത്രയും ഡെവലപ്മെൻറ്റ് ഉണ്ടായത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അതായത് ഇവർ ചെയ്ത ക്രൂരതകളെല്ലാം മറച്ചു പിടിച്ചിട്ട് ഓസ്ട്രേലിയ ഡെവലപ്ഡ് ആയി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിറ്റിയുടെ കടന്നു വരവും ഇവർ കൊണ്ടുവന്ന കൾച്ചറുമാണ് ഡെവലപ്മെൻറ്റ് എന്ന രീതിയിൽ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എന്നാൽ ഇവർ അതിൻ്റെ പിന്നിൽ ഒത്തിരി, അവിടെ ഉണ്ടായിരുന്ന യഥാർത്ഥ ഓസ്ട്രേലിയൻസ് ഇതിൻ്റെ പിന്നിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നും അതേപോലെ തന്നെ ഇവർ ഒത്തിരി ക്രൂവലായിട്ട് ഇവരോട് പെരുമാറിയിട്ടുണ്ടെന്നും ഒക്കെയാണ് ഇവിടെ റൈറ്റർ പറയുന്നത്. അതായത് ഇപ്പോൾ എല്ലാവരും ഓസ്ട്രേലിയൻസിനെ പൊക്കി പറയുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന ഓസ്ട്രേലിയ അല്ല റിയൽ ഓസ്ട്രേലിയ വെറും ഒരു ഹിസ്റ്ററിയായി മാറി എന്നൊക്കെയാണ് ഇവിടെ പോയറ്റ് പറയുന്നത്. ഇത്രയാണ് ഈ ഒരു പോയത്തിൻ്റെ ഓവറോൾ സമ്മറി എന്ന് പറയുന്നത്. നമുക്കിനി ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ ഡീറ്റെയിൽഡ് അനാലിസിസ് നോക്കാം. അത് കഴിഞ്ഞ് പോയറ്റിക് ഡിവൈസസ് ഒക്കെ നോക്കാം. ഫസ്റ്റ് ലൈൻ 1 to 5 ആണ്. To the others, you once smile a friendly smile, said we were kin to one another. Thus we gazed for a short while, become to me a brother. Jack Davis' poem Aborginal Australia regards the brutal event that occurred within the indigenous people of Australia in the past. The poet takes reader back to the time when the European colonists first stepped into their land. In the very first line, the poet hints at the concept of otherness propagated by the colonists. ഓസ്ട്രേലിയയിലെ ഇൻഡിജീനിയസ് പീപ്പിളിന് സംഭവിച്ചൊരു ബ്രൂട്ടലായിട്ടുള്ള ഇവൻ്റാണ് ഇവിടെ അബോർജിനൽ ഓസ്ട്രേലിയ എന്ന പോയത്തിലൂടെ ജാക്ക് ഡേവിസ് തുറന്നു കാണിക്കുന്നത്. യൂറോപ്യൻ ശക്തി ആദ്യമായിട്ട് ഓസ്ട്രേലിയ വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്നാണ് ഇവിടെ പോയറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അവർ വന്നത്. ബിഫോർ പ്ലേസിംഗ് ദെയർ ഫീറ്റ്, one thing was clear in their mind, that the Aboriginal people were not one of them. To get access to their resources, they had to devise a strategy. So they started establishing relationship with the Aboriginals with their fake friendly smile. They said they were related to one another. Using this strategy, they established a brotherly relationship with the speaker. He simply accepted the friendly gestures without any sign of doubt, but he or his fellow countrymen did not know what was waiting ahead. യൂറോപ്യൻസ് അവിടെ വന്നപ്പോൾ അവർക്ക് നല്ല ക്ലിയർ ആയിട്ട് അറിയാമായിരുന്നു അബോറിജിനൽസ് അവരെ പോലെ അല്ല, വേറെ സംസ്കാരമാണ് എന്നൊക്കെ യൂറോപ്യൻസിന് നല്ല പോലെ അറിയാമായിരുന്നു. പക്ഷേ അവർ റിസോഴ്സസ് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യൂറോപ്യൻസ് ഒരു സ്ട്രാറ്റജി പ്രയോഗിച്ചു. അവർ ഈ ഇൻഡിജീനിയസ് പീപ്പിളിനോട് നല്ലൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു വിത്ത് ദ ഫേക്ക് ഫ്രണ്ട്ലി സ്മൈൽ. പിന്നീട് അവർ പറഞ്ഞു നമ്മൾ പരസ്പരം റിലേറ്റഡ് ആണ്, നമ്മളൊരു ബ്രദേഴ്സിനെ പോലെയാണ്, ഫ്രണ്ട്സിനും അപ്പുറം നമ്മൾ ബ്രദേർലി റിലേഷൻഷിപ്പാണ് നമുക്ക് തമ്മിലുള്ളത് എന്നൊക്കെ പറഞ്ഞു. നിഷ്കളങ്കരായിട്ടുള്ള നമ്മുടെ അബോറിജിനൽസ് ഇവരുടെ ഫേക്ക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാതെ അവരെ നിറഞ്ഞ മനസ്സോടെ സ്നേഹിക്കുകയും സ്വാഗതം ചെയ്യുകയും വിശ്വസിക്കുകയും എല്ലാമാണ് ചെയ്തത്. ഇനി അടുത്തത് ലൈൻ 6 to 9 ആണ്. Then you swamped my way of gladness, took my children from my side, snapped, shut the law book. Oh my sadness, at Irakalas plea denied.
In these lines, Davis described what their crafty brotherhood caused to the Aboriginal people. After understanding their simplicity, they showed their real face. According to the speaker, the colonizers swam their lives with oppression and suffering. It hampered their native course of life. ഇവിടെ പറയുന്നത് യഥാർത്ഥ അബോറിജിനൽസിൻ്റെ ലൈഫിന് എന്ത് സംഭവിച്ചു എന്നാണ്. അതായത് ഈ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ കോളനൈസേഴ്സ് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ അബോറിജിനൽസിൻ്റെ തനതായ ജീവിതവും അതേപോലെ അവരുടെ പാരമ്പര്യവും എല്ലാം നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതായത് അബോറിജിനൽസിൻ്റെ സിംപ്ലിസിറ്റി മനസ്സിലാക്കിയ കോളനൈസ്, അതായത് ഇവരിത്രയും സിമ്പിളാണ് അല്ലെങ്കിൽ ഇത്രയും ഒരു ഇന്നസെൻറ്റ് പീപ്പിളാണെന്ന് മനസ്സിലാക്കിയ കോളനൈസേഴ്സ് അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്ത് കാണിക്കാൻ തുടങ്ങി. സ്വാംഡ് എന്ന് വെച്ചാൽ ചതുപ്പ് നിലമെന്നുള്ള മീനിങ് ആണ്. കോളനൈസേഴ്സ് തങ്ങളുടെ സന്തോഷവും പാരമ്പര്യവും എല്ലാം നിറഞ്ഞ ജീവിതം ഒരു ചതുപ്പ് നിലത്തിൽ എന്ന പോലെ ചവിട്ടി താഴ്ത്തി എന്നാണ് ഇവിടെ റൈറ്റർ പറയുന്നത്. അതായത് എല്ലാ സന്തോഷവും ഒറിജിനാലിറ്റിയും എല്ലാം നശിപ്പിച്ചു. അതവരുടെ പാരമ്പര്യമായ ജീവിതത്തെ പോലും ഇല്ലാണ്ടാക്കി. One by one, the rulers took their children away. They snapped shut their traditional law book. Not only that, even destroyed their cultural values. In the following lines, the poet allude the Irregular Bark Petition of 1963. The colonial government took land from the Aboriginal Irregular people. It made them submit to Bark Petition in the Parliament. However, this plea was denied in the way poet hints at how the land of Aboriginal were sacked by the colonizer. They did not even bother to hear their concern. ഇവിടെ പോയിട്ട് പറയുന്നത് 1 by 1 ഞങ്ങളുടെ നെക്സ്റ്റ് ജനറേഷനെ കൂടെ ഞങ്ങളിൽ നിന്ന് ഇവർ അകറ്റി മാറ്റി. ഇവിടെ യു എന്ന് പറയുന്നത് കോളനൈസും അല്ലെങ്കിൽ മൈ എന്ന് പറയുന്നത് അബോറിജിനൽസുമാണ്. മൈ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആ കൺട്രിയെയുമാണ്. ഇവിടെ പറയുന്നത് കോളനൈസർ ടുക്ക് മൈ ചിൽഡ്രൻ എന്നാണ്. മക്കളെ എടുത്തു, ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ എടുത്തു എന്നാണ് പറയുന്നത്. അതായത് കോളനൈസേഴ്സ് വന്നപ്പോൾ ഓസ്ട്രേലിയയുടെ യങ് ജനറേഷൻ എന്ത് ചെയ്തു? അവരുടെ ട്രൈബ്സിൻ്റെ എല്ലാ പാരമ്പര്യവും സംസ്കാരവും മറന്ന് ഈ വന്ന ബ്രിട്ടീഷുകാരെ അല്ലെങ്കിൽ വൈറ്റ് പീപ്പിളിനെ അല്ലെങ്കിൽ കോളനൈസേഴ്സിനെ അനുകരിക്കാൻ തുടങ്ങി. ഈ യൂറോപ്യൻ ഇമ്പീരിയലിസത്തിൻ്റെ ഒരു കൾച്ചറിനെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വെസ്റ്റേൺ കൾച്ചർ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ കൾച്ചറും അല്ലെങ്കിൽ ഇൻഡിജിനിയസ് പീപ്പിളിൻ്റെ മേലെ ഇവർ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങിയെന്നും നമുക്ക് പറയാം. പിന്നീട് അതുപോലെ തന്നെ വെസ്റ്റേൺ പവർ അവിടെ പുതിയ ലോസൊക്കെ കൊണ്ടുവന്നു. അവിടെ ഉണ്ടായിരുന്ന യഥാർത്ഥ ലോസ് എല്ലാം എടുത്തു മാറ്റിയിട്ട് അവരുടേതായ കുറേ നിയമങ്ങളും നിയമപുസ്തകങ്ങളും അവിടെ നടപ്പിലാക്കി. പിന്നീട് ഇറാക്കുല എന്ന് പറയുന്നത് അവിടെയുള്ളൊരു ട്രൈബാണ്. ഇറാക്കുലേനെ അവിടെ നിന്ന് പോവാനായിട്ട് ഫോഴ്സ് ചെയ്തു. ഇറാക്കുല എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ട്രൈബ് തന്നെയാണ്. അപ്പോൾ വെസ്റ്റേൺ കൾച്ചർ വന്നപ്പോൾ ഈ ഇറാക്കുല ട്രൈബ് ഫോഴ്സ്ഫുള്ളി അവിടെ നിന്ന് പോവേണ്ടതായിട്ട് വന്നു. പിന്നെ അതുമാത്രമല്ല 1963 ഇറാക്കുല ബാർക്ക് പെറ്റീഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതൊരു നയമാണ്, ഒരു പെറ്റീഷനാണ്. ഓസ്ട്രേലിയൻ ഹിസ്റ്ററിയിലെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഇറാക്കുല ബാർക്ക് പെറ്റീഷൻ എന്ന് പറയുന്നത്. ഇത് ആദ്യത്തെ ട്രഡീഷണൽ ഡോക്യുമെൻ്റ് ആണ്, പ്രിപ്പയർഡ് ബൈ ഇൻഡിജീനിയസ് ഓസ്ട്രേലിയൻ. അതായത് ആദിവാസികൾ ഇൻഡിജീനിയസ് ഓസ്ട്രേലിയൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ആദ്യത്തെ ഡോക്യുമെൻ്റാണിത്. ഇത് മൈനിങ്ങിനെതിരെയുള്ളൊരു ഡോക്യുമെൻ്റാണ്. ഗവൺമെൻറ് 3000 സ്ക്വയർ ഫീറ്റ് ആണോ 300 സ്ക്വയർ കിലോമീറ്റർ ലാൻഡ് ഈ ഇറാക്കുലാസിൽ നിന്ന് മൈനിങ്ങിന് വേണ്ടി എടുത്തു. അതും ഇറാക്കുലാസിൻ്റെ ഒരു അനുവാദവുമില്ല. ഇപ്പം നമ്മളുടെ സ്ഥലം നമ്മളോട് ചോദിക്കാതെ എടുക്കില്ലേ, അതേപോലെ ഇറാക്കുലാസിൻ്റെ യാതൊരു അനുവാദവും ഇല്ലാതെ അവരുടെ സ്ഥലം മൈനിങ്ങിന് വേണ്ടി ഗവൺമെൻറ് എടുത്തു. ഇതിനെതിരെ അവിടുത്തെ ഇൻഡിജീനിയസ് പീപ്പിള് പ്രൊട്ടസ്റ്റ് ചെയ്തു. ഇതൊരു റിട്ടൺ കംപ്ലൈൻ്റ് ആണ്. മേ ബി ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇൻഡിജീനിയസ് പീപ്പിൾ ട്രൈബ്, അതായത് ഇൻഡിജീനിയസ് ട്രൈബ് എഴുതിയ ആദ്യത്തെ റിട്ടൺ കംപ്ലൈൻ്റ് ആണിതെന്ന് നമുക്ക് പറയാം. ബട്ട് ഇതൊരു ഹിസ്റ്ററി ആയിട്ട് മാറി എന്നല്ലാതെ വേറൊരു ഫലവും കണ്ടില്ല. ഇനി ലൈൻസ് 10 to 13 നോക്കാം. സോ ഐ റിമെമ്പർ ലേക്ക് ജോർജ് ഹിൽ, ദ തിൻ സ്റ്റിക്ക് ബോൺ ഓഫ് പീപ്പിൾ, സഡൻ ഡെത്ത് ആൻഡ് ഗ്രീഡ് ദാറ്റ് കിൽസ്, ദാറ്റ് ഗീവ് യു ചർച്ച് ആൻഡ് സ്റ്റീപ്പിൾസ്. In the following lines, the poetic persona remembers the massacre at the Lake George Hill in 1820s. A very large massacre of indigenous people is said to have occurred at this place. The speaker visualized the stick bonds of people at other place. It is greed of the colonizers that killed the indigenous people.
They killed those who refused to give in after killing them. The colonizers sacked their resources with these resources. They built churches and steeples on their land. The religious institutions were actually built in the bonds of innocent men. 1820s ലേക്ക് ജോർജ് ഹിൽസിൽ നടന്നൊരു കൂട്ടക്കൊലയാണ് ഇവിടെ പോയിട്ട് ഓർത്തെടുക്കുന്നത്. ഒത്തിരി, അതായത് നമ്മൾ വിചാരിക്കുന്നതിലും അധികം ഇൻഡിജീനിയസ് പീപ്പിളിനെ അവിടെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ അവിടെ കൂട്ടക്കൊല ചെയ്തു എന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. ഇവിടെ ഇന്ന് കൊലപ്പെടുത്തിയ ഇൻഡിജീനിയസ് പീപ്പിളിൻ്റെ സ്റ്റിക്ക് ലൈക്ക് ബോണ്ടിനെ സ്പീക്കർ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ഇൻഡിജീനിയസ് പീപ്പിളിനെ കൂട്ടക്കൊല ചെയ്തത് എന്ന് ചോദിച്ചാൽ വേറൊന്നും കൊണ്ടല്ല, കോളനൈസേഴ്സിൻ്റെ ഗ്രീഡ് തന്നെയാണ് അതിൻ്റെ റീസൺ. അവരുടെ ആദർശങ്ങളെ എതിർക്കുന്നവരെയും കൊല്ലുകയും അതിനുശേഷം അവരുടെ റിസോഴ്സസ് ഫുള്ള് കൈക്കലാക്കുകയും ചെയ്തു. ആ റിസോഴ്സസ് കൊണ്ടാണ് കോളനൈസേഴ്സ് ഓസ്ട്രേലിയയിൽ പടുകൂറ്റൻ പള്ളികളും കെട്ടിടങ്ങളും എല്ലാം പണിതത്. ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം പണിതത് ഈ ഇൻഡിജീനിയസ് പീപ്പിൾ അവരെ കൊന്നിട്ട് ആ ഒരു മണ്ണിലാണെന്നാണ് ഇവിടെ റൈറ്റർ പറയുന്നത്. അതായത് മതപരിവർത്തനം നടത്തുക എന്നൊരു സംഭവം, അതായത് ഇന്ത്യയിൽ വന്നിട്ടാണെങ്കിലും അവർ ക്രിസ്ത്യാനിറ്റിയെ ഡെവലപ്പ് ചെയ്തല്ലോ, മതപരിവർത്തനം നടത്തിയില്ലേ. അതേപോലെ ഓസ്ട്രേലിയയിലും അവർ പരിവർത്തനം നടത്താൻ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നടന്നൊരു കൂട്ടക്കൊലയാണ് ഇവിടെ പറയുന്നത്. ആക്ച്വലി ഇവരുടെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പണിതിരിക്കുന്നത് ഇന്നസെൻറ്റ് മെന്നിൻ്റെ ബോണിൻ്റെ പുറത്താണ് എന്നാണ് ഇവിടെ റൈറ്റർ പറയുന്നത്. നെക്സ്റ്റ് ലൈൻസ് 14 to 17. I cry again for Varara men, gone from kith and kind, and I wondered when I would find a pen to prop your frickled mind. The speaker cries for the Varara men who were killed and gone from their kith and kin. Here, poet used the term kind in order to rhyme with mind. In the section, David talked about Varara people of Western Australia. Colonizers killed them as they tried to defend their land. After thinking about all those brutal events, the speaker wondered when he would able to write. He wished to prop the fickle mind of oppression. The phrase fickle mind is a metaphor for the villainous mind. Davis persona want to investigate the mindset of those who did not think twice before killing servant weak men. വരാര എന്ന് പറയുന്നത് അനദർ ട്രൈബാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി ട്രൈബ്സിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ദ ട്രൈബ്സ് എസ്കേപ്ഡ് ഫ്രം വൈറ്റ് സെറ്റിലേഴ്സ്. ഇവിടെ പോയിട്ട് ആ ട്രൈബിനെ ഓർത്ത് കരയുവാണ് അല്ലെങ്കിൽ ലെമൻറ്റ് ചെയ്യുവാണ്. ഇവിടെ വൈറ്റ് ഇമ്പീരിയലിസം കാരണം ജീവനം കൊണ്ട് ഓടിപ്പോയൊരു ട്രൈബാണ് വരാര എന്ന് പറയുന്നത്. അത്രത്തോളം ട്രൈബ്സിനെ അവർ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കോളനൈസേഴ്സിൻ്റെ വലിയ ഗ്രീഡ് തന്നെയാണ് അതിനുള്ള അവർ ഈ നാട്ടിൽ നിന്ന് പോകാനുള്ള റീസണും ഇവരുടെ ഗ്രീഡ് തന്നെയാണ്. എല്ലാം തങ്ങളുടെ അധീനതയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രീഡ്. അതുകൊണ്ട് തന്നെ ഒത്തിരി വരാറാസിനെ ഇവർ കൊന്നു. ബാക്കിയുള്ളവരെ പേടിച്ച് ജീവനം കൊണ്ട് ഓടിപ്പോവുകയാണ് ചെയ്തത്. കൈൻഡുമായിട്ട് റൈം ചെയ്യാൻ വേണ്ടിയിട്ട് മൈൻഡ് എന്ന വേർഡ് ഇവിടെ പോയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്പീക്കർ ആ ഒരു ബ്രൂട്ടൽ ഈവൻറ്റിനെ പറ്റി പറയുകയാണ്, തിങ്ക് ചെയ്തു. അതുപോലെ അദ്ദേഹം എഴുതാൻ തുടങ്ങിയപ്പോൾ ഈ ട്രൈബ്സിനെ അന്വേഷിച്ചു. ബട്ട് അവരെപ്പറ്റി ഒരു വിവരവും അവിടെ അവശേഷിച്ചിരുന്നില്ല. അവരെപ്പറ്റി എഴുതാൻ പോലും ഒരു കാരണം പോലും, അതായത് അവരെപ്പറ്റി എഴുതാനുള്ള ഒരു ഫാക്റ്റ് പോലും അവിടെ നിന്ന് ഈ റൈറ്ററിന് കിട്ടിയില്ല. അതേപോലെ കോളനൈസിൻ്റെ വില്ലേനിയസ് മൈൻഡിനെ കാണിക്കാൻ ഉപയോഗിച്ച മെറ്റഫറാണ് ഫ്രിക്കിൾഡ് മൈൻഡ് കേട്ടോ. അപ്പോൾ ഫ്രിക്കിൾഡ് മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വില്ലേനിയസ് മൈൻഡ് ഓഫ് ബ്രിട്ടീഷാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്തത് നമുക്ക് ലൈൻസ് 18 to 21 നോക്കാം. I mourned again for the Murray tribe, gone too without a trace. I thought of the soldiers' diatribe, the smile on the governor's face. In these lines, the speaker mourns for the Murray tribe. The Murray people lived near the river by the same name. In the 1830s, several of them died in the Mound Dispersion massacre. They too had gone without a trance like the Lake George Hill. In the following lines, the speaker thinks about the bitterness of the soldiers towards them. For the government, the soldiers were instruments of killing. They approved all the inhuman act with a bit of groan on their face.
Davies criticized the cruel, devilish nature of the colonial in these lines. ഈ ലൈൻസിൽ മുറേ എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലെ മറ്റൊരു ട്രൈബിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. മുറേ എന്ന് പറയുന്ന റിവറിൻ്റെ സൈഡിൽ തന്നെയാണ് ഇവർ ജീവിച്ചിരുന്നത്. 1830s അവരെ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. ലേക്ക് ജോർജ് ഹിൽസിൽ സംഭവിച്ച പോലെ ഈ മുറേ ട്രൈബിനും സംഭവിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത് ആ സോൾജേഴ്സ് ഈ മുറേ ട്രൈബിനോട് കാണിച്ച ക്രൂരതകളെ പറ്റി ഇവിടെ പോയിച്ച് പറയുന്നുണ്ട്. അവരോട് കാണിക്കാൻ പറ്റിയ എല്ലാ ക്രൂവൽ ഡെവലിഷ് ആക്റ്റും അവരോട് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ഈ കോളനൈസിൻ്റെ അവരുടെ അതോറിറ്റി പറയുന്ന കാര്യങ്ങൾ വളരെ ക്രൂവലായിട്ടാണ് ഈ ഇൻഡിജീനിയസ് പീപ്പിളിൻ്റെ മേലെ കാണിച്ചത്. ഈ ഇൻഡിജീനിയസ് പീപ്പിൾ സഫർ ചെയ്യുന്നത് കാണുമ്പോൾ സോൾജേഴ്സും വൈറ്റ് പീപ്പിൾസും അവരെ നോക്കി വളരെ ഒരു ക്രൂവലായിട്ട് അല്ലെങ്കിൽ ഒരു പുച്ഛത്തോടെ ചിരിക്കും എന്നാണ് പറയുന്നത്. അവളുടെ മുഖത്ത് ഒരു സ്മൈലിംഗ് ഫേസ് ആയിരുന്നു. ഇവർ കഷ്ടപ്പെടുന്നത് കാണുമ്പോഴത്തേക്ക് അവരുടെ മുഖത്ത് ഒരു സ്മൈലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ഇവിടെ പോയറ്റ് പറയുന്നത്. പിന്നീട് പറയുന്നുണ്ട് അവിടുത്തെ ഗവൺമെൻറ് ഈ സോൾജേഴ്സിനെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഓഫ് കില്ലിംഗ് ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. അതായത് എല്ലാവരും കൊല്ലാനായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് അവിടുത്തെ സോൾജേഴ്സിനെ ഗവൺമെൻറ് യൂസ് ചെയ്തിരുന്നതെന്ന് പറയുന്നുണ്ട്. നമുക്കിനി lines 22 to 25 നോക്കാം. You murdered me with rope, with gun, the massacre of my enclave. You buried me deep on Maclary's run, flung into a common grave. The poet refers to the torture episode of the perspective of the Aboriginal Australian community in this section. He describes how they were killed with rope or by bullets. In the next line, he metaphorically refers to the killing of Aboriginal people by the phrase massacre of my enclave. The term enclave is reference to the speaker's motherland. Davies' persona further says that they buried him deep on Maclary's run alongside other. It means the speaker of this poem is none other than one who died in the massacre. In this poem, he speaks up against the aristocracies of European colonizers. ഇവിടെ എങ്ങനെയാണ് മുറേ ട്രൈബ്സിനെ കൊന്നത് എന്നാണ് സ്പീക്കർ പറയുന്നത്. റോപ്സും ബുള്ളറ്റ്സും ഉപയോഗിച്ച് വളരെ മൃഗീയമായി കൊന്നു എന്നാണ് പറയുന്നത്. റോപ്സ് എന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഹാങ് ചെയ്യുന്നതായിരിക്കാം. അതേപോലെ ഹാങ് ചെയ്തും ഷൂട്ട് ചെയ്തും ഒക്കെ ഈ മസാക്കറെ ട്രൈബ്സിനെ കൊന്നു എന്നാണ്, അല്ല മുറേ ട്രൈബിനെ കൊന്നു എന്നാണ്, മുറേ ട്രൈബിനെ കൂട്ടക്കൊല ചെയ്തു എന്നാണ് ഇവിടെ റൈറ്റർ പറയുന്നത്. അടുത്ത ലൈനിൽ അബോറിജിനൽ ട്രൈബിനെ കൊന്നത് മസാക്കറി ഓഫ് മൈ എൻക്ലേവ് എന്ന ഒരു മെറ്റഫറിക്കലി റെഫർ ചെയ്യുന്നുണ്ട്. ദ ടേം എൻക്ലേവ് ഈസ് റെഫറൻസ് ടു ദ സ്പീക്കേഴ്സ് മദർലാൻഡ്. സ്പീക്കേഴ്സ് മദർലാൻഡ് അല്ലെങ്കിൽ ഒരു നാടിൻ്റെ ഉള്ളിലുള്ള വേറൊരു ചെറിയ ഭൂപ്രദേശത്തെ എൻക്ലേവ് എന്ന് പറയാം. അപ്പോൾ സ്പീക്കറിൻ്റെ മദർലാൻഡായിട്ടും ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ അബോറിജിനൽസിൻ്റെ മദർലാൻഡിൽ വെച്ച് അബോറിജിനൽസിനെ തന്നെ കൊന്നു. അതായത് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ കൊല്ലുക എന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഇവരുടെ മദർലാൻഡിൽ വന്ന് ഇവരെ തന്നെ ഈ റൂളേഴ്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ വന്ന് കൊന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മാക്ലാറെ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. എഡ്വേർഡ് മാക്ലാറെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. ഓസ്ട്രേലിയയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഒരു വെൽത്തി മാൻ ആയിരുന്നു, ഒരു ഹ്യൂജ് ഫാമിൻ്റെ ഓണറായിരുന്നു അദ്ദേഹം. ഈ വൈറ്റ് പീപ്പിൾസ് ഇങ്ങനെ ഒത്തിരി അബോറിജിനൽസിനെ കൊന്നു ഈ മാക്ലാറയുടെ ഫാമിലാണ് മറവ് ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല മാക്ലാറയുടെ ഈ ഫാം അവർ ഇൻഡിജീനിയസ് പീപ്പിളിൻ്റെ ഒരു കോമൺ ഗ്രേവ് ആക്കി മാറ്റി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ഈ ലൈൻസിൽ പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു മുറേ ട്രൈബിനെ അവർ ബ്രൂട്ടലി കൊന്നത് എന്നാണ് ഈ ലൈൻസിലൊക്കെ പറയുന്നത്. അടുത്ത ലൈൻസ് 26 to 29. You prop me up with Christ, red tape, tobacco, grog and fears, then disease and loudly rape through the brutish ear. Davies used the Christian alluding in this 26th line. He allude to the crucifixion of Christ and say that his persona was propped up on the cross. His mouth was kept shut using red tapes. The color red tape represent the colonial rulers. They forced him to take tobacco and grog. Grog means an alcoholic drink. Their torture did not stop here.
The indigenous people of Australia suffered from various diseases, but the rulers refused to help them. By the term lordly rape, the poet hints at how the colonizers abused their women. It is also reference to the death of destruction in Australia during the colonial era. Davis refers to the colonial period as brutish year. This is a pun in the word brutish. It is an implicit reference to the term British. അതായത് ഇവിടെ ഈ ലൈൻസിൽ ഇതിൽ 26th ലൈനിൽ ഒരു ക്രൈസ്റ്റിൻ്റെ റെഫറൻസ് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ 26th ലൈനിലാണ് ക്രൈസ്റ്റിൻ്റെ റെഫറൻസ് വരുന്നത്. റിലീജിയൻ്റെ പേരിൽ, അതായത് ക്രിസ്ത്യാനിറ്റിയുടെ പേരിൽ ഇവരെങ്ങനെയൊക്കെയാണ് അവിടെയുള്ള ട്രൈബ്സിനെ വേട്ടയാടിയത് എന്നാണ് പറയുന്നത്. ആ ഒരു റിലീജിയൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു മതപരിവർത്തനത്തിൻ്റെ പേരിൽ അവിടുത്തെ ട്രൈബ്സിനെ ഇവർ വളരെ മൃഗീയമായിട്ട് തന്നെ ചൂഷണം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ മൃഗീയമായി ഉപദ്രവിച്ചിട്ടുണ്ട്. അവിടെയുള്ള നേറ്റീവ് പീപ്പിളിനെ ഫോഴ്സ്ഫുള്ളി ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ മതവിശ്വാസത്തിലേക്ക് മാറ്റാൻ ഈ ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ മേജർ എയിം എന്ന് പറയുന്നത് തന്നെ ക്രിസ്ത്യാനിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യുക, അവരുടെ കൾച്ചർ പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നതാണല്ലോ. അപ്പോൾ അതിന് വഴങ്ങാത്തവരെ ഇവർ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ടാവാം, കൊന്നിട്ടുണ്ടാവും. അതേപോലെ ഇവിടെ റെഡ് ടേപ്പ് എന്ന് പറയുന്നുണ്ട്, അത് കൊളോണിയൽ റൂളേഴ്സിനെയാണ് മെൻഷൻ ചെയ്യുന്നത്. റെഡ് ടേപ്പ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യുന്നത് കൊളോണിയൽ റൂളേഴ്സിനെയാണ്. പിന്നീട് അവർ ഫോഴ്സ്ഫുള്ളി അവിടെ അവർക്ക് ടൊബാക്കോ സപ്ലൈ ചെയ്യാൻ തുടങ്ങി, അതേപോലെ ഗ്രോഗ് സപ്ലൈ ചെയ്യാൻ തുടങ്ങി. അതൊരു ആൽക്കഹോളിക് ഡ്രിങ്കാണ് ഈ ഗ്രോഗ് എന്ന് പറയുന്നത്. ഇതെല്ലാം അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലെ അവരെ വളരെയധികം ടോർച്ചർ ചെയ്യാനും പേടിപ്പിക്കാനും ഒക്കെ തുടങ്ങി. ഈ ടൊബാക്കോയും അതേപോലെ തന്നെ ഈ ആൽക്കഹോളും ഒക്കെ ഫോഴ്സ്ഫുള്ളി അവരെ കൊണ്ട് യൂസ് ചെയ്യിപ്പിക്കാനും ഇവർ തുടങ്ങി. അതേപോലെ ആ സമയത്ത് അവിടെ ഒത്തിരി ഡിസീസൊക്കെ സ്പ്രെഡ് ആവാൻ തുടങ്ങിയിരുന്നു. പക്ഷേ റൂളേഴ്സ് അവരെ റെഫ്യൂസ് ചെയ്തു. അതായത് ഈ ഒരു ഡിസീസ് പടർന്നു പിടിക്കുന്നതൊന്നും അവർ ശ്രദ്ധിച്ചതേയില്ല. അവരുടെ കാര്യം നോക്കി അങ്ങനെ നിന്നു. അതേപോലെ തന്നെ അവിടെ സ്ത്രീകളെയൊക്കെ അബ്യൂസ് ചെയ്യാനും തുടങ്ങി. ഈ ലോഡ്ലി റേപ്പ് എന്നാണ് ഇവിടെ പറയുന്നത്. ലോഡ്ലി എന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് സെൻസിലാണ്. അതായത് ദൈവങ്ങളെയൊക്കെ പറയുമ്പോൾ യൂസ് ചെയ്യുന്നൊരു വേർഡാണല്ലോ ഈ ലോഡ് എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ പറയുന്നത് ലോഡ്ലി റേപ്പ് എന്നാണ്. അതായത് അവർ വളരെ അഭിമാനത്തോടെയാണ് അവിടെയുള്ള സ്ത്രീകളെയൊക്കെ റേപ്പ് ചെയ്തിരുന്നത് ആയിട്ട് അവർ പറയുന്നത്, അല്ലെങ്കിൽ അവർ കരുതിയിരുന്നത്. പക്ഷേ ഇൻഡിജീനിയസ് പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അത് അവരെ സംബന്ധിച്ച് ഇത് താങ്ങാവുന്നതിലും അപ്പുറമുള്ള ഒരു ബ്രൂട്ടിഷ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒരു ബ്രൂട്ടിഷ് ഇയർ എന്നാണ് ഇവരിതിനെ പറയുന്നത്. ഒത്തിരി വർഷം ഇവരിങ്ങനെ സഹിച്ച് ഇവരുടെ അക്രമങ്ങളും ഇവരുടെ പ്രവർത്തികളും ഇവർ ചെയ്ത എല്ലാ കാര്യങ്ങളെയും സഹിച്ച് ഒത്തിരി വർഷങ്ങൾ ഇവരിത് തള്ളി നീക്കിയിട്ടുണ്ട്. ഈ ബ്രൂട്ടിഷ് ഒരു പണ്ണാണ്. ഇറ്റ് ഈസ് ആൻ ഇംപ്ലിസിറ്റ് റെഫറൻസ് ടു ദ ടേം ബ്രിട്ടീഷ്. ഇനി അടുത്തത് ലൈൻസ് 30 to 33 നോക്കാം. Now you primarily say you are justified and sing of nation's glory, but I think the people crucified the real Australian story. Last lines ആണ് കേട്ടോ. In the last lines, the poet satirizes the mind of colonizers, disagreeing their crimes. They tried to prove their act as just and fit. They sang the glory of their nation by the resources they ransacked from the speaker's country. In the last two lines, the poet say that no matter what they said to prove their innocence, the real story of Aboriginal Australia was all about ruthless killing of its people. In this way, Davis not only point out the torture episode of the colonial era, but also ironically comments on the colonizers' cruel mindset. പിന്നെ ഈ ലാസ്റ്റ് ലൈൻസിൽ കോളനൈസിൻ്റെ ആറ്റിറ്റ്യൂഡിനെ കളിയാക്കിക്കൊണ്ടാണ് പോയറ്റ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഓസ്ട്രേലിയൻസിനെ വാനോളം പുകഴ്ത്തി പറയുന്നുണ്ടല്ലോ എല്ലാവരും. ഇപ്പോൾ ഓസ്ട്രേലിയൻസ് സിവിലൈസ്ഡ് ആയി എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കാണുന്നതല്ല ഓസ്ട്രേലിയയുടെ മുഖമെന്നാണ് പോയറ്റ് പറയുന്നത്. ഓസ്ട്രേലിയയിൽ ഒത്തിരി ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നെന്നും അവരെ ഒത്തിരി കൾച്ചേർഡ് ആക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ ബ്രിട്ടീഷുകാർ അവർ ചെയ്ത എല്ലാ പ്രവൃത്തികളെയും ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അവിടെ കൾച്ചർ കൊണ്ടുവരാൻ വേണ്ടിയും ഡെവലപ്മെൻറ്റിന് വേണ്ടിയൊക്കെയാണ് ഇങ്ങനെ ചെയ്തത്. അവരെ ഒരു കൾച്ചേർഡ് പീപ്പിൾ ആക്കാൻ വേണ്ടിയാണ് ഇവരാ ചെയ്തത് എന്നുള്ള രീതിയിലും ഇപ്പോൾ ഓസ്ട്രേലിയ ഒത്തിരി കൾച്ചേർഡ് ആയി എന്നുള്ള രീതിയിലും അവർ പറയുന്നുണ്ട്. ഈ വൈറ്റ് പീപ്പിൾ ഓസ്ട്രേലിയയുടെ യഥാർത്ഥ ഹിസ്റ്ററി ബെറി ചെയ്തു എന്നാണ് പക്ഷേ റൈച്ചർ ഇവിടെ പറയുന്നത്.
അതുപോലെ പോയിറ്റ് പറയുന്നുണ്ട്, നിങ്ങൾ എത്രയൊക്കെ ഇന്നസെൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാലും അബോറിജിനൽ ഓസ്ട്രേലിയൻസിൻ്റെ റിയൽ സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ക്രൂരതകളും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയൊക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചാലും ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു കൊളോണിയൽ ഇറ അതൊരു വളരെ പേടിപ്പിക്കുന്ന ഒരു ഇറയായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. നിങ്ങളുടെ ക്രൂവൽ മൈൻഡ് സെറ്റ് ഞങ്ങൾക്കറിയാം എന്നൊക്കെയാണ്. റിയൽ ഓസ്ട്രേലിയൻസ് ഇതല്ല എന്നും നിങ്ങൾ റിയൽ ഓസ്ട്രേലിയൻസിനെ ക്രൂസിഫൈ ചെയ്തു എന്നൊക്കെയാണ് ഇവിടെ റൈറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പോയം എൻഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വായിച്ചു പോവുക. ഞാനത് ഇവിടെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഐറണി ഉണ്ട്, മെറ്റഫർ ഉണ്ട്, അലിട്രേഷൻ, അല്യൂഷൻ, എപ്പിഗ്രാം ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് മൊത്തം വായിക്കുന്നില്ല, കാരണം വീഡിയോ ഭയങ്കര ലെങ്തി ആവും. പക്ഷേ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പവർ പോയിന്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയാവും. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ മെയിൽ ID മെൻഷൻ ചെയ്യാം, മെയിൽ ചെയ്താലും മതിയാവും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. കീപ് സപ്പോർട്ടിങ് ആൻഡ് കീപ് വാച്ചിങ്.